കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ ഊർജിതം. ഞായറാഴ്ചയോടെ തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ചേരും. UDF മന്ത്രിസഭയിൽ 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. പ്രതീക്ഷയുണ്ടെന്ന് തോമസ് ഉണ്ണിയാടൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ BJP പ്രകടനത്തിൽ ദേശീയ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ജില്ലയിലെ BJP നേതൃത്വത്തിൽ കാര്യമായ അഴിച്ചുപണിക്ക് സാധ്യത. വാണിജ്യ സിലിണ്ടറിന്റെ വില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടച്ചിട്ട് നടത്തിയ സമരം പൂർണ്ണം. തൃശൂരിൽ പണിമുടക്കിയ ഹോട്ടൽ ഉടമകൾ AG's ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ചെറുതുരുത്തിയിലെ 1ാം ക്ലാസുകാരിയുടെ മരണം വിഷബാധ മൂലമെന്ന് സ്ഥിരീകരണം. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലപ്പള്ളി പാടിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെയും വളർത്തുനായിയെയും കൊന്നു. മേഖലയിൽ നിരന്തരം പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകുന്നില്ലെന്ന് ആക്ഷേപം. ബംഗളൂരുവിൽ തൃശൂർ വാടാനപ്പള്ളി സ്വദേശിനി മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി ദീപക് കൃഷ്ണൻ സ്ഥിരം പ്രശ്നക്കാരനെന്ന് പോലീസ്. ദീപകിനെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കി. മരിച്ച യുവതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. വാർത്തകൾ വിശദമായി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ ഊർജിതം. ഞായറാഴ്ചയോടെ തീരുമാനമുണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സൂചന. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ചേരും. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ട്രഷറർ അജയ് മാക്കൻ എന്നിവരെയാണ് നിരീക്ഷകരായി കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്ന ഇവർ MLA-മാരുടെ അഭിപ്രായങ്ങൾ കേൾക്കും. സംസ്ഥാനത്തെ MP-മാരുമായും കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും റിപ്പോർട്ട് നൽകും. അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. അതിനിടെ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നീ 3 നേതാക്കൾക്കുമായി അണിയറ നീക്കങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. സീനിയോറിറ്റി മാനദണ്ഡമാക്കണമെന്നാണ് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ളവർ വാദിക്കുന്നത്. 2011 ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കിയത് സീനിയോറിറ്റി പരിഗണിച്ചാണെന്ന വാദവും ചെന്നിത്തല ക്യാമ്പ് ഉയർത്തുന്നു. MLA-മാരുടെ പിന്തുണ കണക്കിൽ KC വേണുഗോപാലിന് മുൻതൂക്കമുണ്ടെന്നും സ്വാഭാവികമായും അദ്ദേഹമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടതെന്നും KC ക്യാമ്പ് ചിന്തിക്കുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവും UDF ചെയർമാനും എന്ന നിലയിൽ മുന്നണിയെ വൻ വിജയത്തിലേക്ക് നയിച്ച VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് തന്നെ അദ്ദേഹത്തിനൊപ്പമുള്ളവർ വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ലെങ്കിൽ VD സതീശൻ മന്ത്രിസഭയിൽ ചേരാതെ മാറി നിൽക്കുമെന്ന അഭ്യൂഹവും ശക്തം. എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിലുള്ളത് കടുത്ത വെല്ലുവിളി തന്നെയാണ്. ന്യൂസ് ഡെസ്ക് TCV. UDF മന്ത്രിസഭയിൽ 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. പ്രതീക്ഷയുണ്ടെന്ന് തോമസ് ഉണ്ണിയാടൻ TCVയോട് പറഞ്ഞു. വലിയ വിജയവുമായി നിൽക്കുമ്പോൾ ജില്ലയുടെ പ്രതീക്ഷ ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള അടുത്ത മന്ത്രി എന്താണ്? ആദ്യ പരിഗണനയുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. തീരുമാനമായോ? തീരുമാനമായിട്ടില്ല. എങ്കിലും കഴിഞ്ഞ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. 2 മന്ത്രിമാർ നിർബന്ധമായി വേണം എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ആ പരിഗണനയിൽ ഞാനും ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വകുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ധാരണയായിട്ടില്ല. എല്ലാ കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. എന്തായാലും എനിക്ക് പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ക്യാബിനറ്റ് പ്രധാനമായിട്ടും മന്ത്രിയുമായിട്ടിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയുടെ ഇപ്പോൾ ചോദിച്ച മാതിരി തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ആളുകളും ഐക്യജനാധിപത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളിലെ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ ഒന്നാകെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയ്ക്ക് തീർച്ചയായിട്ടും ഒരു മന്ത്രി ഉണ്ടാകണമെന്ന് തന്നെയാണ്. അപ്പോൾ പലരും എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ആ നിലയിൽ തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷയുണ്ട്. ആ നിലയിൽ തന്നെ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. കേരളത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ്.
തീർച്ചയായും ഇരിങ്ങാലക്കുട സ്വന്തം ഉണ്ണിയാടൻ എന്ന നിലയിൽ തന്നെയായിരുന്നു പ്രചരണം. അത് ആ ജനങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചേർത്ത് നിർത്തി ഇപ്പോൾ ജില്ല പ്രതീക്ഷിക്കുന്നത് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുടയെ പ്രതിനിധീകരിച്ച് തൃശ്ശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായി തന്നെ വരും എന്ന് തന്നെയാണ്. എല്ലാ പ്രതീക്ഷയും കൂടി തന്നെയാണ് അദ്ദേഹവും ഇരിങ്ങാലക്കുടയും കാത്തിരിക്കുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ BJP പ്രകടനത്തിൽ ദേശീയ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ജില്ലയിലെ BJP നേതൃത്വത്തിൽ കാര്യമായ അഴിച്ചുപണിക്ക് സാധ്യത. സിറ്റി, സൗത്ത്, നോർത്ത് എന്നിങ്ങനെ ജില്ലയെ മൂന്നായി വിഭജിച്ച സംഘടനാ സംവിധാനം നിലവിൽ വന്ന ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ താമര പ്രതീക്ഷകൾ വാടിക്കരിഞ്ഞത് നേതൃത്വത്തിന് നിരാശയായി. പ്രധാനമന്ത്രി നേരിട്ട് പ്രചരണത്തിനെത്തിയ തൃശൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി പത്മജ 3ാം സ്ഥാനത്തായി. മണലൂരിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചെങ്കിലും പ്രതീക്ഷിച്ച മുന്നേറ്റമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച പുതുക്കാടും വോട്ട് കണക്കിൽ പിന്നിൽ പോയി. ഗുരുവായൂരിൽ പ്രത്യേകം ശ്രദ്ധയൂന്നിയെങ്കിലും കാലുറപ്പിക്കാനായില്ല. കൊടുങ്ങല്ലൂരിൽ 2020-ക്കും കുന്നംകുളത്തും കയ്പമംഗലത്തും BDJS-നും സീറ്റ് നൽകിയതും നഷ്ടക്കച്ചവടമായി. ഈ സാഹചര്യത്തിൽ സംഘടനാപരമായ പരിശോധനയ്ക്കൊരുങ്ങുകയാണ് BJP സംസ്ഥാന നേതൃത്വം. ലോക്സഭയിൽ സുരേഷ് ഗോപി വിജയം നേടിയ സാഹചര്യത്തിൽ നിന്നുള്ള മാറ്റങ്ങൾ വിലയിരുത്തും. അന്ന് വോട്ട് ചേർക്കൽ നടപടികൾ ഊർജിതമായി നടത്തിയിരുന്നു. വിവിധ സാമുദായിക ഘടകങ്ങളെ ഒപ്പം നിർത്തുന്നതിലും വിജയം കണ്ടു. സംഘടനാതലത്തിലുള്ള വീഴ്ചകൾക്ക് ജില്ലയിലെ നേതാക്കൾ വിശദീകരണം നൽകേണ്ടി വരും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പിന്നോക്കം നിന്ന നേതാക്കൾക്കെതിരെ നടപടി വരും. സംസ്ഥാന തലം മുതൽ മണ്ഡലം തലം വരെ ഭാരവാഹികളിൽ ചിലർക്ക് മാറ്റമുണ്ടാകും. മോർച്ച ഭാരവാഹി സ്ഥാനങ്ങളിലും അഴിച്ചുപണി പ്രതീക്ഷിക്കാം. ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റണമെന്ന ആവശ്യവും ശക്തം. TCV ന്യൂസ്, തൃശൂർ. വാണിജ്യ സിലിണ്ടറിന്റെ വില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. പണിമുടക്കുന്നവർ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് 24 മണിക്കൂർ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒരു വിഭാഗം ബേക്കറി ഉടമകളും സമരത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. സമരത്തെ തുടർന്ന് ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടു. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിലാണ് പ്രതിഷേധം. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് നിലവിൽ 3085 രൂപയാണ് നൽകേണ്ടത്. ഹോട്ടലുകൾ മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സാഹചര്യമാണ് നിലവിലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. വിലക്കയറ്റവും ഉയർന്ന വാടകയും കൂലി വർധനവുമെല്ലാം കാരണം ഇതിനോടകം തന്നെ ഹോട്ടൽ മേഖല വലിയ സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നുണ്ട്. നിലവിലെ സിലിണ്ടർ ക്ഷാമം മൂലം ഇപ്പോൾ തന്നെ വലിയൊരു ശതമാനം ഹോട്ടലുകൾക്ക് താഴ് വീണു കഴിഞ്ഞു. LPG വില കുറച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വ്യക്തമാക്കി. കേരളം ഉൾപ്പെടെ 5 ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയായിരുന്നു LPG സിലിണ്ടറിന്റെ വില കേന്ദ്ര സർക്കാർ കൂട്ടിയത്. TCV, തൃശൂർ. വാണിജ്യ സിലിണ്ടറുകളുടെ വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AG's ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. നിയുക്ത MLA രാജൻ പല്ലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നികുതികൾ ഇളവ് ചെയ്തും വർദ്ധിപ്പിച്ച നിരക്കുകൾ പിൻവലിച്ചും കേന്ദ്ര സർക്കാർ ജനങ്ങളോട് നീതി പുലർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ജില്ലാ സെക്രട്ടറി BR സുകുമാർ, സംസ്ഥാന ട്രഷറർ ബിജുലാൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി VT ജോർജ്, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സോളി തോമസ്, കേരള കാറ്ററിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബാലൻ കല്യാണി തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തിയിലെ 1ാം ക്ലാസ്സുകാരി മരിച്ചത് പേ വിഷബാധ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയവർക്ക് കുത്തിവെപ്പ് നടത്തി. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന സൻഹ ഫാത്തിമയാണ് പേ വിഷബാധ ലക്ഷണങ്ങളോടെ മരിച്ചത്. കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു മരണം. മരണസമയത്ത് കുട്ടിക്ക് വെള്ളത്തിനോട് കടുത്ത വിരക്തി അനുഭവപ്പെടുകയും വായിൽ നിന്ന് നുരയും പതയും വരികയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് സംശയം തോന്നിയ ആരോഗ്യവകുപ്പ് അധികൃതർ കുട്ടിയുടെ ശരീരസ്രവങ്ങൾ വിശദമായ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിലേക്ക് അയച്ചു. പരിശോധനാ ഫലം പുറത്തു വന്നതോടെയാണ് പേ വിഷബാധയാണെന്ന് സ്ഥിരീകരിച്ചത്. വീടിന്റെ പരിസരത്ത് പൂച്ചകളുമായി കുട്ടികൾ കളിക്കാറുണ്ടായിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മൃഗങ്ങളിൽ നിന്ന് എപ്പോഴാണ് രോഗബാധ ഏറ്റതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ മൃഗസംരക്ഷണ വകുപ്പിന് ആരോഗ്യവകുപ്പ് കത്ത് നൽകി. പാലപ്പള്ളിയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാഡിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെയും വളർത്തുനായിയെയും കൊന്നു. തോട്ടം തൊഴിലാളിയായ കല്ലാടിക്കുന്നത്ത് ആലിയുടെ പശുക്കുട്ടിയും നായയുമാണ് ചത്തത്. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം.
പാടിയോട് ചേർന്ന് കെട്ടിയിട്ട പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ്. തൊട്ടടുത്ത പറമ്പിൽ ചങ്ങലയിൽ പൂട്ടിയിട്ട നായയെയും പുലി ആക്രമിച്ചു കൊന്നു. പശുവിനെയും നായയെയും ആക്രമിച്ചു കൊന്നത് പുലിയാണെന്ന് സ്ഥലത്തെത്തിയ പാലപ്പള്ളി വനപാലകർ സ്ഥിരീകരിച്ചു. 4 മാസം മുൻപ് ഇതേ സ്ഥലത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്നിരുന്നു. പാലപ്പള്ളിയിൽ നിന്ന് കാരിക്കുളത്തേക്കുള്ള റോഡിനോട് ചേർന്നുള്ള പാടിയിലാണ് പുലിയിറങ്ങി ഭീതി പരത്തിയത്. ഇവിടെയുള്ള 4 പാടികളിലായി നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. പാടികൾക്ക് സമീപമുള്ള റബ്ബർ തോട്ടങ്ങൾ കാടുമൂടി കിടക്കുന്നതാണ് വന്യമൃഗശല്യത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പരിസര പ്രദേശത്തെ കാട് വെട്ടിത്തെളിക്കാൻ പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും കമ്പനി അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. മേഖലയിൽ നിരന്തരം പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടും പുലിയെ കണ്ടെത്താനായിട്ടുള്ള ക്യാമറ സ്ഥാപിക്കാൻ വനം വകുപ്പ് ഇടപെടുന്നില്ലെന്ന് വാർഡ് മെമ്പർ സതി രവി പറഞ്ഞു. കാലങ്ങളായി പാലപ്പള്ളിയിൽ പുലി വരുന്നുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് തെളിവ് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഇതൊക്കെ തെളിവ് അടക്കം എല്ലാം ഉണ്ടായിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെ ഒരു ശാശ്വതമായൊരു പരിഹാരം, ഒരു ക്യാമറ വെക്കാന്ന് പറഞ്ഞിട്ട് പോലും ക്യാമറ വെച്ചിട്ടില്ല. ഇതിപ്പം പാടികള്, കുട്ടികളും അമ്മമാരും എല്ലാവരും ഒരുവിധം എല്ലാവരും താമസിക്കുന്ന ഒരു സ്ഥലത്ത് തൊട്ട് പിന്നിലാണ്. ഇതാണ് ആ സ്ഥലം. ഇത്രയും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അന്നും മാനേജർമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു, ശരിയാക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഇന്ന് വരെ ശാശ്വതമായൊരു പരിഹാരം ഇതിനുണ്ടായിട്ടില്ല. പാടിക്കാരും ഇവിടെ കുട്ടികളും മക്കളൊക്കെ ഉള്ളതാണ്. അവരൊക്കെ പേടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. ഇതിന് ഇനി എന്നൊരു പരിഹാരം ഉണ്ടാവും. കുട്ടികൾ കളിക്കുന്ന മുറ്റത്ത് പുലി ഇറങ്ങിയതോടെ ഭീതിയിലാണ് പാടിയിലെ താമസക്കാർ. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നും വന്യമൃഗശല്യം ഒഴിവാക്കാൻ അധികൃതർ ഇടപെടണമെന്നും പാടിയിലെ താമസക്കാരായ മുഹമ്മദ്, മെഹറുന്നിസ എന്നിവർ ആവശ്യപ്പെട്ടു. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഈ തൊട്ടപ്പുറത്താണ്. അവരാരും ഇതുവരെ ഒന്ന് പരിഹാരം കണ്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അവര് ക്യാമറ വെച്ച് നോക്കാന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഒരു പാടി കിട്ടിയത് ഒരു ഉപകാരം. ഞങ്ങൾക്ക് ഒരു പെരണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പാടിയിട്ട് നിൽക്കൂലായിരുന്നു. അത്ര പേടിച്ചാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് അടുക്കളൻ്റെ. ഞാൻ ഈ 2:45 ഒറ്റക്കാണ് എനിക്കാണ്. ഒരാൾ ഇതിനൊരു പരിഹാരം കാണുന്നില്ല. ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ. ചെറിയ കൊച്ചു കുട്ടികളാണ് ഉള്ളത്. ഇത് ഒരു വട്ടം 2 വട്ടം 3 വട്ടം ഇങ്ങനത്തെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ വെച്ചിട്ട് തരാം. കുറച്ച് വന്ന് നോക്കി പോകും അവര്. അതെന്നെ കാരണം പറ്റില്ല. കൂടുതലൊന്നും പറയാനില്ല. ഇത് പരിഹാരം കാണണം, അത്രേ ഉള്ളൂ. സംഭവത്തെ തുടർന്ന് വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ സതി രവി, സുഹ്റ മജീദ്, ലില്ലി ബേബി, ആൻസി തോമസ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് മേഖലയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വേണ്ട നടപടികൾ എടുക്കണമെന്ന ആവശ്യവുമായി ഹാരിസൺ കമ്പനി മാനേജ്മെന്റുമായി പഞ്ചായത്ത് അധികൃതർ ചർച്ചയും നടത്തി. TCV പുതുക്കാട്. ബംഗളൂരുവിൽ തൃശൂർ വാടാനപ്പള്ളി സ്വദേശിനി മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതി ദീപക് കൃഷ്ണൻ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 2024 ഒക്ടോബറിൽ കൊച്ചിയിലെ മൃഗാശുപത്രിയിൽ അക്രമം നടത്തിയതിനും മൃഗഡോക്ടറെ മർദ്ദിച്ചതിനും ദീപക് കൃഷ്ണനെതിരെ കേസുണ്ട്. കൊക്കെയിൻ കൈവശം വെച്ചതിനും അറസ്റ്റിലായിട്ടുണ്ട്. കൊല്ലം സ്വദേശിയായ ദീപക് കൃഷ്ണൻ ദുബായിൽ IT ഉദ്യോഗസ്ഥനായിരുന്നു. സഹപ്രവർത്തകരിൽ നിന്ന് 3 കോടി തട്ടിയതിന് ദുബായിൽ ജയിലിലായിരുന്നു. ജാമ്യത്തിലിറങ്ങി വ്യാജ പാസ്പോർട്ടിൽ ഇന്ത്യയിലേക്ക് കടന്നു. ദീർഘകാലമായി ബംഗളൂരുവിലാണ്. നായ വളർത്തലായിരുന്നു വിനോദം. ഇയാൾ നടത്തുന്ന തെരുവു നായ്ക്കളെ പാർപ്പിക്കുന്ന കേന്ദ്രത്തിൽ ജോലിക്കെത്തിയതായിരുന്നു വാടാനപ്പള്ളി സ്വദേശിനി. ദീപക് കൃഷ്ണയുടെ മോശം പെരുമാറ്റം സഹിക്കാൻ വയ്യാതെ ജോലി മതിയാക്കി നാട്ടിലേക്ക് മടങ്ങാൻ യുവതിയും കൂടെയുള്ളവരും തീരുമാനിച്ചതാണ് പ്രതിയുടെ പ്രകോപനത്തിന് കാരണമെന്നാണ് സൂചന. യുവതിയെ താൻ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും അവൾ ചത്തുകഴിഞ്ഞാൽ ബാക്കി നോക്കാമെന്നും പറയുന്ന ദീപക് കൃഷ്ണ അയച്ച ഭീഷണി സന്ദേശം യുവതിയുടെ ഭർത്താവ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. യുവതി ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്നും പോലീസ് എഫ്ഐആറിൽ പറയുന്നു. ദീപക് കൃഷ്ണന്റെ മർദ്ദനത്തെ തുടർന്ന് അബോധാവസ്ഥയിലായ യുവതിയെ ബംഗളൂരുവിൽ നിന്ന് വെന്റിലേറ്റർ സംവിധാനമുള്ള ആംബുലൻസിൽ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യുവതിയുടെ ഭർത്താവിന്റെ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. TCV തൃശൂർ. ബംഗളൂരുവിൽ ലൈംഗിക അതിക്രമം നടത്തിയ മലയാളി യുവാവിന്റെ മർദ്ദനമേറ്റ് മരിച്ച തൃശൂർ വാടാനപ്പള്ളി സ്വദേശിനിയുടെ പോസ്റ്റ്മോർട്ടം നടന്നു. കർണാടക പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് മൃതദേഹം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരിക്കെയായിരുന്നു യുവതിയുടെ അന്ത്യം. ദീപക് യുവതിയുടെ തല ഭിത്തിയിലടുപ്പിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തതായി മരിച്ച യുവതിയുടെ ഭർത്താവ് പറഞ്ഞു. പോയപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തിൽ ചെന്നപ്പോൾ അയാളുടെ സ്വഭാവം പിറ്റേ ദിവസം തൊട്ട് മാറി. അയാൾ ഭയങ്കര തെരുവിളിയായി, അടിക്കാനൊക്കെ ചെല്ലുക, അസഭ്യം മറിച്ചിലൊക്കെ. അപ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് സ്മിതയോട്
കൂടെ വന്നൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് അയാളുമായിട്ട് സംസാരിച്ചാണ്. അയാളൊന്ന് വാക്ക് തർക്കമായി. അപ്പോൾ അയാൾ അടിച്ച് അത് കഴിഞ്ഞ് അയാളുടെ ട്രൗസർ ഇട്ടിട്ട് അയാളുടെ ജനലത്തിൽ പിടിക്കാനൊക്കെ പറഞ്ഞു. അവിടുന്ന് കൊതറി മാറാന്ന് വെച്ചാൽ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും തല ഭിത്തിയിലടിച്ച് ഒരുപാട് പരിക്കുണ്ട്. നെഞ്ചിൽ ചവിട്ടിയിട്ടും പരിക്കുകളുണ്ട്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വലിയ വിളക്ക് ഇന്ന് ആഘോഷിക്കും. രാവിലെ നടന്ന ശീവേലിക്ക് കൊമ്പൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ സംഘമേശ്വരന്റെ തിടമ്പേറ്റി. 17 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. തിരുവമ്പാടി ചന്ദ്രശേഖരനും ബാസ്റ്റ്യൻ വിനയസുന്ദറും കൂട്ടാനകളായി. ശീവേലിക്ക് പെരുവനം സതീശന്റെ നേതൃത്വത്തിൽ 100ഓളം കലാകാരന്മാരെ അണിനിരത്തി പഞ്ചാരിമേളം അരങ്ങേറി. സന്ധ്യയോടെ ക്ഷേത്രവും പരിസരവും ലക്ഷദീപങ്ങളാൽ നിറയും. ആൽത്തറയിലും കൊട്ടിലായ്ക്കൽ പറമ്പിലെ ദേവസ്വം കെട്ടിടത്തിലും ദീപം തെളിയിക്കും. രാത്രി നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പിന് 17 ഗജവീരന്മാർ അണിനിരക്കും. പെരുവനം കുട്ടന്മാരാർ മേളപ്രമാണം വഹിക്കും. വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ പള്ളിവേട്ട ആഘോഷിക്കും. വെള്ളിയാഴ്ച കൂടപ്പുഴയിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. ഇടവേള. Discover la Vraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. വാർത്തകളിലേക്ക്. കുന്നംകുളം ഇട്ടിമാണി കല്യാണ മണ്ഡപത്തിൽ സമീപം വെച്ച് യുവാവിനെയും 3 വയസ്സുകാരനായ മകനെയും ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കുറുക്കൻപാറ സ്വദേശികളായ അഖിൽ, ഷനിൽ, സുദീപ് എന്നിവരെയാണ് കുന്നംകുളം പോലീസ് പിടികൂടിയത്. ആർത്താറ്റ് സ്വദേശി സുധീർ, മകൻ സയാൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. കുഞ്ഞിനെ കയ്യിലെടുത്ത് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു പോവുകയായിരുന്ന സുധീറിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിനിടെ നിലത്ത് വീണ 3 വയസ്സുകാരനെ പ്രതികളിൽ ഒരാളായ ഷനിൽ കാലുകൊണ്ട് ചവിട്ടിയതായും ഹെൽമറ്റ് ഉപയോഗിച്ച് സുധീറിനെ തലക്കടിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സുധീറും 3-ാം പ്രതി സുദീപും തമ്മിലുണ്ടായ വ്യക്തിവൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് കടപ്പുറത്ത് കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. പടിഞ്ഞാറെ വെമ്പല്ലൂർ വെണ്ണറപ്പറമ്പിൽ പ്രകാശന്റെ മകൻ 42 വയസ്സുള്ള ദർശനാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് സിനിമയ്ക്ക് പോകുന്നുവെന്ന് വീട്ടുകാരോട് പറഞ്ഞ് പുറത്തുപോയ ഇയാളെ കാണാതാവുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് അഴീക്കോട് സുനാമി കോളനി പരിസരത്ത് മൃതദേഹം കരക്കടിഞ്ഞത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. SI അനിൽ മാത്യു, റെയിൽവേ RPF, ഷൊർണൂർ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് യുവാവിനെ താഴെയിറക്കി. തുടർന്ന് ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച രാത്രി മദ്യലഹരിയിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കാളികാവ് സ്വദേശിയായ രാജേഷാണ് ട്രെയിനിന്റെ എഞ്ചിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. അന്തരിച്ച നടൻ സന്തോഷ് കെ നായർക്ക് നാടും കലാലോകവും കണ്ണീരോടെ വിട നൽകി. സന്തോഷിന്റെ ഗുരുവായൂർ ഇരിങ്ങപ്പുറത്തെ വസതിയായ അനന്തപുരിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ മൃതദേഹം എത്തിച്ചു. 100 കണക്കിന് ആളുകളാണ് സന്തോഷിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. സിനിമാ ലോകത്ത് നിന്ന് അമ്മയുടെ ഭാരവാഹി കുക്കു പരമേശ്വരൻ റീത്ത് സമർപ്പിച്ചു. നടന്മാരായ രാമു, സിദ്ദിഖ്, ശങ്കർ, അജു വർഗീസ് തുടങ്ങിയവരും NK അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, BJP ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു. മകൾ ഡോക്ടർ രാജശ്രീ S നായർ, മരുമകൻ ഡോക്ടർ അക്ഷിത് മേനോൻ എന്നിവരുടെ നേതൃത്വത്തിൽ സംസ്കാര കർമ്മങ്ങൾ നടത്തി. രാജ്യാന്തര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ജില്ലാതല നഴ്സസ് വാരാചരണത്തിന് തൃശൂരിൽ തുടക്കമായി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി പതാക ഉയർത്തി. തൃശൂർ ജില്ലാ നഴ്സിംഗ് ഓഫീസർ MS ശ്രീജ, ചീഫ് നഴ്സിംഗ് ഓഫീസർ ഇൻചാർജ് VM സീനത്ത്, തൃശൂർ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ, ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ജിജിൻ ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു.
തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ വേദികളിലായി സെമിനാർ, കലാകായിക സാഹിത്യ മത്സരങ്ങൾ, വിരമിച്ചവരുടെ സംഗമം, യാത്രയയപ്പ് തുടങ്ങിയവ അരങ്ങേറും. 12-ന് വിവേകോദ്യം സ്കൂളിൽ നടക്കുന്ന സമാപന സമ്മേളനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കൊടുങ്ങല്ലൂരിൽ ബസ് കാത്തുനിന്ന യുവാവിനെ സമയം ചോദിച്ചെത്തിയയാൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ശ്രീനാരായണപുരം പുതുമനപ്പറമ്പ് സ്വദേശി ചിറ്റാപ്പുറത്ത് വിഷ്ണുപ്രസാദിനെയാണ് മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആക്രമിച്ചത്. കഴുത്തിന് പരിക്കേറ്റ വിഷ്ണുപ്രസാദിനെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് ചന്തപുര മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു സംഭവം. ബസ് കാത്തു നിൽക്കുന്നതിനിടെ അപരിചിതൻ സമയം ചോദിക്കുകയും വാച്ചും മൊബൈൽ ഫോണും ഇല്ലാത്തതിനാൽ സമയം അറിയില്ലെന്ന് പറഞ്ഞത് തന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്നും വിഷ്ണുപ്രസാദ് പറഞ്ഞു. ഞാൻ വൈഫിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. ഒരു ചേട്ടൻ വന്നിട്ട് സമയം ചോദിച്ചു. ആ ചേട്ടൻ്റെ ഫോണുണ്ട്, വാച്ചില്ല പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു എന്നെ അസഭ്യം പറഞ്ഞു. ഞാൻ പോട്ടെ തല്ലി പിടിക്കുന്ന വെച്ചിട്ട് ഞാൻ മാറിയെന്ന്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വെച്ച് നീ എവിടേക്കണ്ട പോകണമെന്ന് വെച്ച്. അപ്പം വരാൻ നടത്തിക്കുന്നത്. അപ്പം ചേട്ടൻ ഇവിടെ പോകണമെന്ന് വെച്ചപ്പോൾ പുള്ളി എന്നെ പിന്നെയും വളരെ മോശമായിട്ട് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തള്ളായി, ഇത് പ്രശ്നമായി. അതിൻ്റെ ഇടയിൽ ആളെന്നെ ബാഗിൽ നിന്ന് കത്തിയെടുത്ത് കാണിച്ച് കഴുത്തിന് എന്നെ പെട്ടുകയാണ് ചെയ്ത്. അതിൻ്റെ ഉള്ളിൽ കുറേ കുത്താനൊക്കെ വന്നു. പക്ഷേ ഞങ്ങൾക്ക് കണ്ടിയില്ല, കത്തി കയ്യിൽ ശ്രദ്ധിച്ചില്ല, പെട്ടെന്നായിരുന്നു. വി ഡി സതീശന്റെ മുഖം റൂബിക്സ് ക്യൂബിൽ ഒരുക്കി +1 വിദ്യാർത്ഥി. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ അൻസാവിയോയാണ് റൂബിക്സ് ക്യൂബിൽ വി ഡി സതീശനെ ഒരുക്കിയത്. പൊയ്യ ചക്കാലയ്ക്കൽ പരേതനായ ജോജോയുടെയും പൊയ്യ AKM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഫീസ് ജീവനക്കാരിയായ ജിക്സിയുടെയും മകനാണ് അൻസാവിയോ. തിങ്കളാഴ്ച ടെലിവിഷൻ വാർത്തയിൽ വി ഡി സതീശന്റെ പ്രതികരണം കണ്ടപ്പോഴാണ് ഇത്തരത്തിലൊരു ആശയം തോന്നിയത്. നിരവധി നടന്മാരുടെ മുഖങ്ങൾ ഇതുപോലെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു നേതാവിനെ തിരഞ്ഞെടുത്തത്. 5 മണിക്കൂർ സമയമെടുത്താണ് ക്യൂബ് മുഴുവൻ നിറങ്ങൾക്കനുസരിച്ച് മുഖഭാവമാക്കിയത്. 300 റൂബിക്സ് ക്യൂബുകളാണ് ഇതിനായി ഉപയോഗിച്ചത്. 2023 യൂട്യൂബിൽ കണ്ട ആകൃഷ്ടനായാണ് ഈ മേഖലയിൽ പരിശീലനം തുടങ്ങിയത്. ഇന്നലെ വി ഡി സതീശൻ ഇലക്ഷനിൽ ജയിച്ച കാരണം ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ ഇത് ചെയ്തതാ. എനിക്കിത് വാങ്ങിച്ചു തന്നത് അങ്കിളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അതിന് സന്തോഷമായിട്ട് എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. എനിക്ക് ഈ റുബിക്സ് ക്യൂബിനോട് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എനിക്കിതിന് മുന്നേ വേറെ കുറച്ച് റുബിക്സ് ക്യൂബുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്ത് ഇഷ്ടപ്പെട്ടപ്പോൾ അങ്കിളിനോട് ഞാൻ പറഞ്ഞ് അങ്കിൾ എനിക്ക് പുതിയത് വാങ്ങിച്ചു തന്നതാണ്. ഒരു ക്യൂബ് സോൾവ് ചെയ്യാൻ ഇപ്പോൾ പരമാവധി സമയം 50 സെക്കൻഡാണ്. എന്നാൽ ഈ സമയം ശരാശരി 10 സെക്കൻഡിലേക്ക് കൊണ്ടുവരുവാനുള്ള പരിശീലനത്തിലാണ് അൻസാവിയോ. മോഹൻലാൽ, മമ്മൂട്ടി, ജയസൂര്യ, ദിലീപ് തുടങ്ങിയ നടന്മാർ ഉൾപ്പെടെ 275 എണ്ണമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇവയെല്ലാം സ്വന്തമായി വീഡിയോ എടുത്ത് യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് പ്രധാന വിനോദം. സ്വന്തമായുള്ള ക്യൂബർ ബ്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. വി ഡി സതീശന്റെ മുഖം റൂബിക്സ് ക്യൂബിൽ ഒരുക്കിയത് നേരിട്ടോ ചിത്രമായോ അദ്ദേഹത്തെ കാണിക്കണമെന്നാണ് അൻസാവിയോയുടെ ആഗ്രഹം. TCV മാള. വിക്ടറി ITIയുടെ സ്ഥാപകനും കലാസാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖനുമായ ഗണേഷ് മാസ്റ്ററുടെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് IMAയുടെ സഹകരണത്തോടെ ഒല്ലുക്കര വിക്ടറി ITIയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ITI പ്രിൻസിപ്പൽ PV ചിത്രാംഗതൻ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിക്ടറി ITI അഡ്മിനിസ്ട്രേറ്റർ KGK സുന്ദരരാജൻ, വിക്ടറി ITI MD പ്രശാന്ത് മേനോൻ, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ K ഗോപാലകൃഷ്ണൻ, വിക്ടറി ITI വൈസ് പ്രിൻസിപ്പൽ A സജീവൻ, IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ രാധാകൃഷ്ണൻ, ഡോക്ടർ ബാലഗോപാലൻ, ഏഴരക്കൂട്ടം പ്രസിഡന്റ് VG സുരേഷ് ബാബു, EV തോംസൺ എന്നിവർ പങ്കെടുത്തു. വിക്ടറി ITIയിലെ 150ഓളം ട്രെയിനികൾ രക്തദാനത്തിന് സന്നദ്ധരായിരുന്നു. മതിലകം കൂളിമുട്ടത്ത് വീടിന്റെ അടുക്കളയിൽ നിന്ന് പുല്ലാനി മൂർഖനെ പിടികൂടി. കൂളിമുട്ടം എമ്മാട് കാട്ടുപറമ്പിൽ സിദ്ദിഖിന്റെ വീടിനകത്ത് നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടിച്ചത്.
വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലുള്ള RRT അംഗം അൻസാരി കൂളിമുട്ടമെത്തി പാമ്പിനെ പിടികൂടി. 5 അടിയോളം നീളമുള്ള മൂർഖനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും. തൃശൂർ ജില്ലയിൽ വേനൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. ഇന്ന് തൃശൂർ, എറണാകുളം ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ മഴ മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത. വ്യാഴാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും വെള്ളിയാഴ്ച തൃശൂർ, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലും ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് ഇടവകയിലെ ചർച്ച് മീഡിയ ഒരുക്കിയ പ്രൊമോ വീഡിയോ ശ്രദ്ധേയമാകുന്നു. ശൗര്യാര് എന്നാണ് പ്രൊമോ വീഡിയോയുടെ പേര്. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെ അർണോസ് പാതിരിയുടെ കാലം മുതൽക്കേ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശൗര്യാര് പുണ്യാളൻ എന്നൊരു ചൊല്ല് വാമൊഴിയായി വേലൂർക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു. അർണോസ് പാതിരി ദേവാലയം പണിയുന്ന സമയത്ത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെയാണ് മധ്യസ്ഥനായി പ്രതിഷ്ഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊമോ വീഡിയോ ചെയ്യുമ്പോൾ ശൗര്യാര് പുണ്യാളനും അർണോസ് പാതിരിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന രീതിയിലാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. സേവിയർ ഡെന്നിയാണ് രചന. ആൽവിൻ തോമസ് സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. വേലൂർ ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ജോൺ പേരാമംഗലമാണ് ശൗര്യാര് പുണ്യാളന്റെ വേഷം അവതരിപ്പിച്ചിരിക്കുന്നത്. ചരിത്രത്തിന്റെ പുനരാവിഷ്കാരമായ വീഡിയോ മികച്ച ദൃശ്യാനുഭവമാണ് പകരുന്നത്. TCV എരുമപ്പെട്ടി. കേരളത്തിലെ വിവിധ ലൈബ്രറികളിൽ ജോലി ചെയ്യുന്ന ലൈബ്രറിയന്മാരുടെ സമ്മേളനമായ ഓൾ കേരള ലൈബ്രറിയൻസ് മീറ്റ് ശനിയാഴ്ച തൃശൂരിൽ നടക്കും. വിമല കോളേജിൽ നടക്കുന്ന സമ്മേളനം ലൈബ്രറി പ്ലാനിംഗ് കൺസൾട്ടന്റ് ഫാദർ ജോൺ നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ലൈബ്രറി മേഖലയിൽ സമഗ്ര സംഭാവനകൾ നൽകിയ ഡോക്ടർ ദിനേശ് കൂവക്കായ്ക്ക് ലൈബ്രറി പ്രൊഫഷണൽ ലീഡർഷിപ്പ് അവാർഡും ഈ രംഗത്തെ ഗവേഷണ പ്രവർത്തനങ്ങളെയും പ്രസിദ്ധീകരണങ്ങളെയും മുൻനിർത്തിയുള്ള ബെസ്റ്റ് റിസർച്ച് അവാർഡ് ഡോക്ടർ KG സുധീരനും സമ്മാനിക്കും. സംഗീത സംവിധായകൻ കലാമണ്ഡലം ജോയ് ചെറുവത്തൂർ സോവനീർ പ്രകാശനം നിർവഹിക്കും. ലൈബ്രറിയൻസ് മീറ്റ് ചെയർമാൻ ഡോക്ടർ സ്റ്റാൻലി ജെയിംസ് പ്രദീപം, ട്രഷറർ EK ബിനീഷ് കുമാർ, ഡോക്ടർ ജിസ്ന ജോസ്, രമ്യ രാജൻ, ടിൻഡു ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനറൽ ഇൻഷുറൻസ് റിട്ടയറീസ് അസോസിയേഷൻ 9ാമത് സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച തൃശൂരിൽ നടക്കും. ജനറൽ ഇൻഷുറൻസ് പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമ്മേളനം PN ഉണ്ണിരാജൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന തലത്തിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ യൂണിറ്റുകൾക്കും മത്സര വിജയികൾക്കുമുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അസോസിയേഷൻ തൃശൂർ യൂണിറ്റ് പ്രസിഡന്റ് TA പ്ലാസിദ്, ട്രഷറർ AS ജയദേവൻ, കൺവീനർ K ശ്രീകുമാർ, ജോയിന്റ് കൺവീനർ ഷാജി ചീരൻ, വർഗീസ് ചെറി എന്നിവർ പങ്കെടുത്തു. മറ്റത്തൂർ മൂന്നുമുറി ഒമ്പതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാ രാജഗോപാല മന്ത്രാർച്ചന നടന്നു. യജ്ഞാചാര്യൻ കർപ്പശ്ശേരി വേണുമൂസിന്റെ നേതൃത്വത്തിൽ നടന്ന വിദ്യാ രാജഗോപാല മന്ത്രാർച്ചനയിൽ നിരവധി വിദ്യാർത്ഥികൾ സംബന്ധിച്ചു. P പ്രഭാകരൻ, P ഭാസ്കരൻ, P രാജീവ്, ജയകുമാർ പൊലിയെടുത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവില്ലാമല പഞ്ചായത്തിൽ തെരുവിൽ അലയുന്ന കാളകളെ കോയമ്പത്തൂരിലെ വെള്ളിങ്കിരി ഗോശാലയിലേക്ക് മാറ്റാൻ തീരുമാനം. പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടറോട് അഭ്യർത്ഥിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് P കൃഷ്ണപ്രസാദ്, വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ എന്നിവർ പറഞ്ഞു. UDF സർക്കാരിൽ പ്രതീക്ഷയും വിശ്വാസവും അർപ്പിച്ച് റേഷൻ വ്യാപാരികൾ. റേഷൻ മുടങ്ങാതെ കൃത്യസമയത്ത് ലഭ്യമാക്കുക, മാവേലി സ്റ്റോറിലെ പോലെ സബ്സിഡി പലവ്യഞ്ജനങ്ങൾ റേഷൻ കടകളിലൂടെ ലഭ്യമാക്കി പൊതുവിതരണം ശക്തമാക്കുക, വ്യാപാരികളുടെ വേതനം പരിഷ്കരിച്ച് എല്ലാ മാസവും 10-ാം തീയതിക്കകം നൽകുക, മിനിമം വേതനം നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. ഇവ നടപ്പിലാക്കണമെന്ന് സംഘടനാ ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ മൂസ, ജനറൽ സെക്രട്ടറി
KB ബിജു, ട്രഷറർ V അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് തെക്കൻ സത്താർ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് TR രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി അംഗൻവാടി ജീവനക്കാർ. ഓൺലൈൻ വഴി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കായി 5G സൗകര്യമുള്ള മൊബൈൽ ഫോൺ നൽകുക, റീചാർജ് ചെയ്യുന്നതിന് പ്രതിമാസം നിശ്ചിത തുക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ സമരത്തിലേക്ക് നീങ്ങുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി 2025 ഓഗസ്റ്റിൽ ഡിജിറ്റൽ സൂചനാ സമരം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ വകുപ്പ് ഡയറക്ടർ 3 മാസത്തിനുള്ളിൽ ഉപകരണങ്ങൾ നൽകാമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിൽ നിന്നും പണം ലഭിച്ചില്ലെന്ന് കാണിച്ച് 6 മാസം പിന്നിട്ടിട്ടും ഡയറക്ടർ വാക്ക് പാലിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ഓൺലൈൻ സമരത്തിൽ നിന്ന് ജീവനക്കാർ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ഈ മാസം 15-ന് എല്ലാ ജില്ലകളിലെയും വനിതാ ശിശു വികസന വകുപ്പ് ഓഫീസുകളിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിക്കും. തുടർന്ന് പരിഹാര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ മാസം 22-ന് വനിതാ ശിശു വകുപ്പ് ഡയറക്ടർ ഓഫീസ് വളഞ്ഞ് ധർണ നടത്തുമെന്നും സംഘടനാ നേതാക്കൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KK പ്രസന്നകുമാരി, പ്രസിഡന്റ് M ഷിംജില, ജോയിന്റ് സെക്രട്ടറി V സരള, A തങ്കമണി എന്നിവർ പങ്കെടുത്തു. ചീരക്കുഴി പാലത്തിലെ മിനി ഹൈമാസ്റ്റ് ലൈറ്റ് പ്രകാശിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പഴയന്നൂരിൽ നിന്നും തിരുവല്ലാമലയിലേക്കുള്ള പ്രധാന പാതയിൽ IHRD കോളേജിന് സമീപമുള്ള ചീരക്കുഴി പാലവും സമീപ പ്രദേശങ്ങളും ഇരുട്ടിലായിട്ട് നാളുകളായി. ഇതോടെ ലഹരി സംഘങ്ങളും സാമൂഹ്യവിരുദ്ധരും പ്രദേശം താവളമാക്കിയെന്നാണ് പരാതി. രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വൈകുന്നേരമായാൽ വാഹനങ്ങളിൽ വന്നിട്ടാണ് പഴയ പാലത്തിൽ അനശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ അനശ്വാസ പ്രവർത്തനം നടത്തുന്നത് മൂലം പൊതുജനങ്ങൾക്ക് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. വീട്ടില്ലാത്ത കാരണം കൊണ്ട് പോലീസുകാർക്കോ എക്സൈസുകാർക്കോ യാതൊരു വിധ നടപടികൾ എടുക്കുന്നതിനും കത്തുന്നില്ല. സമീപമുള്ള മിനി ഹൈമാസ്റ്റിലേക്ക് 3 മാസത്തിലധികമായി കത്തുന്നില്ല. ഇവിടെ ഒരുപാട് അനാവശ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണം. ഈ സ്ട്രീറ്റ് ലൈറ്റ് എത്രയും പെട്ടെന്ന് നന്നാക്കി തരുന്ന ഞാനൊരു പരിസരവാസിയാണ്. വൈകുന്നേരം ഒരുപാട് യാത്രക്കാർ വരുമ്പോൾ വണ്ടികളുടെ വെട്ടത്തിൽ മാത്രമാണ് ഇവിടെ അറിയുന്നത്. കുളിക്കാൻ ഒരുപാട് ആൾക്കാർ പണിമാറ്റി സമയങ്ങളിൽ ഇവിടെ വരുന്നതാണ്. കുട്ടികളിൽ കലയും സാഹിത്യവും നാട്ടറിവുകളും സമന്വയിപ്പിച്ച് അഖില കേരള ബാലജന സഖ്യം തൃശൂർ യൂണിയൻ വേനൽക്കൂട്ടം അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ സെന്റ് തോമസ് ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പ് സാഹിത്യകാരൻ CR ദാസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് സലേഹ് അധ്യക്ഷത വഹിച്ചു. ജോനാഥ് ടി ജോയ്, എഴുത്തുകാരി മീന അരവിന്ദ്, സഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, വിധു കൃഷ്ണ, ഇവാഞ്ചലൻ ജോഷി എന്നിവർ സംസാരിച്ചു. എമർജിംഗ് തൃശൂരിന്റെ ഭാഗമായി സംരംഭകരുടെ കൂട്ടായ്മയായ തൃശൂർ എന്റർപ്രണേഴ്സ് അലയൻസിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച പിച്ചത്തോൺ സംഘടിപ്പിക്കുന്നു. തൃശൂർ ശക്തൻ നഗർ ഗ്രൗണ്ടിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3:30 വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിലൂടെ സ്റ്റാർട്ടപ്പ് സ്ഥാപകർക്കും സംരംഭകർക്കും അവരുടെ ആശയങ്ങൾ നിക്ഷേപകരുടെയും മെന്റർമാരുടെയും മുന്നിൽ അവതരിപ്പിക്കാനാവും. ഇതിന്റെ ഭാഗമായുള്ള എന്റർപ്രണേഴ്സ് മീറ്റപ്പ് വഴി സംരംഭകർക്ക് നെറ്റ്വർക്കിംഗ്, ആശയവിനിമയം, സഹകരണ സാധ്യതകൾ എന്നിവ വർദ്ധിപ്പിക്കുവാനുള്ള അവസരവും ഒരുക്കി നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. കൂട്ടായ്മ അംഗങ്ങളായ അമിത് മാമൻ, സെലസ്റ്റിൻ തോമസ്, അജേഷ്, പ്രിയ ചന്ദ്രൻ, ഷീബ സുനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,870, പവന് 1,10,960. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്.
പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ ഊർജിതം. ഞായറാഴ്ചയോടെ തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ചേരും. UDF മന്ത്രിസഭയിൽ 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. പ്രതീക്ഷയുണ്ടെന്ന് തോമസ് ഉണ്ണിയാടൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ BJP പ്രകടനത്തിൽ ദേശീയ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ജില്ലയിലെ BJP നേതൃത്വത്തിൽ കാര്യമായ അഴിച്ചുപണിക്ക് സാധ്യത. വാണിജ്യ സിലിണ്ടറിന്റെ വില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടച്ചിട്ട് നടത്തിയ സമരം പൂർണ്ണം. തൃശൂരിൽ പണിമുടക്കിയ ഹോട്ടൽ ഉടമകൾ AG's ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ചെറുതുരുത്തിയിലെ 1ാം ക്ലാസ്സുകാരിയുടെ മരണം പേ വിഷബാധ മൂലമെന്ന് സ്ഥിരീകരണം. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലപ്പള്ളി പാടിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെയും വളർത്തുനായയെയും കൊന്നു. മേഖലയിൽ നിരന്തരം പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപം. ബംഗളൂരുവിൽ തൃശൂർ വാടാനപ്പള്ളി സ്വദേശിനി മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി ദീപക് കൃഷ്ണൻ സ്ഥിരം പ്രശ്നക്കാരനെന്ന് പോലീസ്. ദീപകിനെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കി. മരിച്ച യുവതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ. ബമ്പർ സമ്മാനമായി EV